നടന്നത് കൊടും ചതി. മോദിയും അമിത്ഷായും തനിനിറം കാട്ടിയതോടെ എൻ്റെ രാഷ്ട്രീയ ജീവിതം തകർന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വാക്കുകൾ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ നാണിച്ച് തലതാഴ്ത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ കാൽ നൂറ്റാണ്ടിന് ശേഷം BJP ഭരണം പിടിച്ചത് തന്നെ കെജ്രിവാളിനെ അകത്താക്കുകയാണ്. ഈ കേസ് ഇപ്പോൾ കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രതികരിച്ചത്. എങ്ങനെ കരയാതിരിക്കും? തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് ഇവിടെ അരവിന്ദ് കെജ്രിവാളിന് അടിയറവ് വെക്കേണ്ടി വന്നത്. ഡൽഹിയിൽ മദ്യനയ കേസ് റദ്ദാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയായി CPI മാറിയതിലുള്ള അനിഷ്ടം കൂടി കോടതി പറഞ്ഞത് BJPക്ക് തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. വികാരനിർഭരനായ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ പൊട്ടിക്കരഞ്ഞ കെജ്രിവാളിനെ ഒപ്പമുണ്ടായിരുന്ന മനീഷ് സിസോദിയയെയാണ് ചേർത്തു നിർത്തി ആശ്വസിപ്പിച്ചത്. ഇന്ന് ഈ കേസിലെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. സത്യം ജയിക്കുമെന്ന് എപ്പോഴും പറഞ്ഞിരുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്നും പാർട്ടിയിലെ 5 മുതിർന്ന നേതാക്കളെ ജയിലിലടച്ചുവെന്നും മുൻ ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു. തന്നെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി ജയിലിലാക്കിയെന്നും താൻ അഴിമതിക്കാരനല്ല എന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. ജീവിതത്തിൽ സത്യസന്ധത മാത്രമേ പുലർത്തിയിട്ടുള്ളൂ. കെജ്രിവാളും സിസോദിയയും സത്യസന്ധരാണെന്ന് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. രാജ്യത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും ഡൽഹി റവന്യൂ കോടതിയാണ് കുറ്റവിമുക്തരാക്കിയത്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K. കവിത അടക്കമുള്ള കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വിട്ടയച്ചിരിക്കുകയാണ്. വിധി വന്നതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞത്. സത്യം ജയിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം നടത്തിയ CBIക്കെതിരെ കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയതിനോ കുറ്റം ചെയ്തതിനോ യാതൊരുവിധ തെളിവുമില്ലെന്ന് നിരീക്ഷിച്ച കോടതി അന്വേഷണ ഏജൻസിയായ CBIക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രതികൾക്കെതിരെ വിചാരണ തുടങ്ങിയതിന് മുൻപ് തന്നെ തെളിവുകളുടെ അഭാവത്തിൽ എല്ലാവരെയും വിട്ടയച്ചുകൊണ്ടുള്ള സുപ്രധാന ഉത്തരവാണ് കോടതി പുറപ്പെടുവിപ്പിച്ചത്. CBI സമർപ്പിച്ച 1000 പേജോളം വരുന്ന കുറ്റപത്രത്തിൽ പിഴവുകളുണ്ടെന്നും പ്രതികൾക്കെതിരെ ഒരു സാക്ഷിമൊഴി പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും വിചാരണ കോടതി കുറ്റപ്പെടുത്തി. ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും വലിയ ആശ്വാസം നൽകുന്നതാണ് കോടതി വിധി. 2022 മദ്യനയവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1000 കോടി രൂപയുടെ അഴിമതി നടന്നെന്നായിരുന്നു പ്രധാന ആരോപണം. മദ്യകമ്പനികൾക്ക് ഇളവുകൾ നൽകിയതിലൂടെ ലഭിച്ച കമ്മീഷൻ തുക ഗോവ തിരഞ്ഞെടുപ്പിലടക്കം ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചുവെന്ന് ആരോപണങ്ങളിൽ യാതൊരു കഴിവുമില്ലെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ BJP ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചത് ഈ കേസായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് പണം വാങ്ങിയെന്നും മനീഷ് സിസോദിയ ഇതിന് ഇടനിലക്കാരനായി നിന്നുവെന്നുമായിരുന്നു BJPയുടെ പ്രധാന ആരോപണം. BJPക്ക് ഡൽഹിയിൽ അധികാരത്തിലേറാൻ വഴി തുറന്ന ആരോപണങ്ങളായിരുന്നു ഇവയെങ്കിലും കോടതിയിൽ ഇവയൊന്നും തെളിയിക്കാൻ CBIക്ക് കഴിയാതെ പോയത് മോദിക്ക് കൂടി നാണക്കേടാണെന്ന് പറയേണ്ടി വരും. തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ CBIയെയും EDയെയും ഉപയോഗിച്ച് പിഴുതെറിയുന്ന മോദിക്ക് വലിയ താക്കീത് കൂടിയാണ് കോടതി നൽകിയിരിക്കുന്നത്. मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। अरे हो गया संभालिए सर, अपने आप संभालिए, हिम्मत सर, पीछे लाओ मत भाई। ये केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है।